ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് എളുപ്പത്തിലൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മളതിന് വേണ്ടി ഒരു 1/2 കിലോ ചിക്കൻ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ വീതം സോയാ സോസും ചില്ലി സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു മുട്ടയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ നേരത്തിനൊന്ന് മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മളൊരു ബൗളിൽ ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് ശേഷം ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മളൊരു സവോളയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി എടുത്ത് വയ്ക്കുക. സവോളയും ക്യാപ്സിക്കും കുറച്ച് വലുതായിട്ട് അരിയുക. ബാക്കിയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം സവോള നമ്മൾ ഓരോ ഇതളും ഒന്ന് മാറ്റിയെടുത്ത് വയ്ക്കണേ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് നമ്മുടെ ചിക്കന് അടുപ്പിലിട്ട് ഒന്ന് വറുത്ത് കോരണേ. ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. കട്ട കെട്ടാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മൾ 2 സൈഡും കളർ മാറി വരുമ്പോൾ നമ്മളൊന്ന് കോരി മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ സവോളയും പച്ചമുളകും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഒന്ന് പതിയെ വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ടീസ്പൂൺ വീതം ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും മിക്സ് ചെയ്ത് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണേ. നമുക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണേ. ആ ബാറ്റൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗ്രേവി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ചെറുതീയിലൊന്നിട്ട് വയ്ക്കണേ. ശേഷം നമ്മൾ അതിന് മുകളിൽ മല്ലിയിലൊക്കെ ഇട്ടൊന്ന് ഇളക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി. താങ്ക് യു.